ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഇത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന് ഈ കളർ എന്താണെന്ന് ചോദിച്ചാൽ പൊടിയരിയാണ് കേട്ടോ. നോയമ്പിന് ഇഷ്ടംപോലെ പൊടിയരി കിട്ടിയായിരുന്നു. അതായത് ഞാനും ഉമ്മായും മോളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് അർഹതയുണ്ടല്ലോ സദക്ക കിട്ടാനൊക്കെ. അങ്ങനെ കിട്ടിയ പൊടിയരി കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ടുണക്കി കൊണ്ട് പൊടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ആട്ടിറച്ചി കിട്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഈ എല്ലൊക്കെ എന്ത് ചെയ്ത് ഞാനെടുത്ത് മാറ്റി വെച്ച്. എന്നിട്ട് അതൊരു കുറുമക്കറിയാണ്. നല്ല മഞ്ഞ കളറിലിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ കുരുമുളകും മസാലപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കുക്കറിനകത്ത് നല്ലതുപോലെ ഇളക്കി വെച്ചതിന് ശേഷം നമ്മളത് ആവിയേറ്റി വേവിച്ച്, എന്നിട്ട് അതിൻ്റെ ഉള്ളിയും സവാളയൊക്കെയാണ് ഇനിയിപ്പോൾ കറി വയ്ക്കുന്ന രീതിയാണ്. ഞാൻ ഇങ്ങനെ കേട്ടോ കറി വയ്ക്കുന്നതൊക്കെ നോക്കിക്കാണ്. തക്കാളിയും കൂടി സവാള കൂടെ അങ്ങ് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് വരട്ടും. അങ്ങനെ വരട്ടി എടുക്കുമ്പോഴത്തേക്ക് എന്തെന്നറിയാമോ, ഈ ഉള്ളിയൊന്നും ഒത്തിരി അടുക്കി പിടിക്കത്തില്ല കേട്ടോ. ഈ തക്കാളിയുടെ വെള്ളത്തിനകത്ത് ഉള്ളി നല്ലതുപോലെ അങ്ങ് വേവും. കണ്ട നോക്കിക്കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളെങ്ങനെയാണോ വെക്കുന്നതെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഇതാണ്ട് ഇനി ഈ ഉള്ളി വരട്ടി നല്ലപോലെ അങ്ങ് വരട്ടി വന്നു വേണ്ട നല്ലൊരു കളറൊക്കെ ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ കുക്കറിൽ വേവിച്ച് വെച്ച് എല്ലാണെങ്കിൽ തന്നെ അതിന് നല്ല മാംസമുണ്ട്. അത് ഈ മുട്ടൻ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത്. അത് തട്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി നല്ലതുപോലെ ആക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് തേങ്ങാപ്പാലൊഴിച്ച് തിളപ്പിക്കാൻ പാടില്ലല്ലോ. ഒന്ന് ചൂടായപ്പോൾ ഞാൻ ഇറങ്ങി വെച്ചു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ആട്ടിൻ്റെ കുറുമാക്കറിയുമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.